ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ ചില ബേസിക്സ് ഞാൻ ഈ പോസ്റ്റിങ്ങിൽ കൂടി അവതരിപ്പിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞാൽ മറ്റ് അഡ്വാൻസ്ഡ് തിയറികൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. താല്പര്യമുള്ളവർ കേൾക്കുക. പൊതുവെ ഫിസിക്സിൽ നമുക്ക് ആക്ടർ, ആക്ഷൻ ഇങ്ങനെ രണ്ട് കാര്യമുണ്ട്. ഇപ്പോൾ വിൻഡ് ആക്ഷനാണ്, എയർ ആക്ടറാണ്. ഫിസിക്സിൽ പൊതുവെ ആക്ഷനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുക. വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദി ആക്ടർ. അത് നമ്മൾ കെമിസ്ട്രി അതുപോലുള്ള മറ്റ് ബ്രാഞ്ചുകൾക്ക് വിട്ടുകൊടുത്തിരിക്കും. പിന്നെ മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് അതിനകത്തേക്ക് കയറുന്നുണ്ട്. ഇത് മനസ്സിലിരിക്കണം എപ്പോൾ. ഇലക്ട്രോ മാഗ്നറ്റിസം, ഇലക്ട്രിസിറ്റി ആദ്യം ഇൻഡിപെൻഡൻ്റായിട്ട് പഠിച്ചു തുടങ്ങി. മാഗ്നറ്റിസം, മാഗ്നറ്റ്, നാച്ചുറലി ഒക്കറിങ് മാഗ്നറ്റും ഒക്കെ ആദ്യം അതിനെപ്പറ്റി പഠിച്ചു തുടങ്ങി. ഇത് രണ്ടും കൂടെ യൂണിഫൈ ചെയ്തത് ആംപിയറും ഓയസ്റ്റഡും ഒക്കെയാണ്. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിസം. നമുക്കതിൻ്റെ ബേസിക്സ് മാത്രം ഒന്ന് കാണാം. ഇത് രണ്ട് ഇലക്ട്രിക് ചാർജ് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ, ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ. കുളംസിലും അനുസരിച്ച് ഇത് തമ്മിലുള്ള ഫോഴ്സ് എഫ് ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയറാണ്, ഇൻവേഴ്സ് സ്ക്വയറിൽ. ഇത് ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് ഈ ചാർജിനെ ഇങ്ങോട്ട് വലിച്ചടുപ്പിക്കും, അട്രാക്ഷൻ. ഇത് രണ്ടും പോസിറ്റീവ് ചാർജാണ്, ഇതിനെ തൊഴിച്ചകത്തും. എഫ് നേരെ ഓപ്പോസിറ്റ്. ഇത് റിയാലിറ്റി ആണെന്ന് പറയാം. ഇതിൽ നമ്മൾ ഈ ഒരു ചാർജിൻ്റെ ഇൻഫ്ലുവൻസ്, ഒരു ചാർജ് അതിൻ്റെ സമീപപ്രദേശത്ത് കൊണ്ടുവരുന്ന മറ്റ് ചാർജിലുള്ള ഇതിൻ്റെ ഇൻഫ്ലുവൻസ്, അതിനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എന്നങ്ങ് വിളിക്കുന്നു. ഫാരഡെ പോലുള്ള ആൾക്കാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇലക്ട്രിക് ഫീൽഡ്. ഇൻഫ്ലുവൻസ് കൂടുതലാണെങ്കിൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നൊരു പറയുന്നൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി. അതാണ് ഈ പ്രോപ്പർട്ടീസ്, സ്വഭാവങ്ങളെ ഫിസിക്സുകാർ മെഷർ ചെയ്യത്തക്ക ക്വാണ്ടിറ്റികളായിട്ട് മാറ്റും. അതാണ് ഫിസിക്സിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി, ഈ ചാർജിന് ഇൻഫ്ലുവൻസ് അല്ലെ ഫീൽഡ് സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇ ഈക്വൽസ് എഫ് ബൈ. ഇനി അതിൻ്റെ ഫീൽഡിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് ചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വളരെ കുറവുള്ള ഒരു പോസിറ്റീവ് ചാർജ്, ലെറ്റ് ഇറ്റ് ബി ഡെൽറ്റ ക്യൂ. ഈ ടെസ്റ്റ് ചാർജ്, ഈ ചാർജിൻ്റെ ഈ ഫീൽഡ് പ്രൊഡ്യൂസിങ് ചാർജ് അല്ലെ ഫീൽഡ് ക്രിയേറ്റിംഗ് ചാർജ്, ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ ഇത് പ്ലസ് ആയും ഇത് ടെസ്റ്റ് ചാർജ് എപ്പോഴും പോസിറ്റീവാണ്. അത് വെച്ചുകൊണ്ടാണ് എല്ലാ തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്. ടെസ്റ്റ് ചാർജ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജ് എന്നർത്ഥം. ഇതിനെ റിപ്പിൽ ചെയ്യും. ഇത് പോകുന്ന വഴി നമുക്ക് സങ്കല്പിച്ച ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ഗോയിങ് അപ്പ് ടു ഇൻഫിനിറ്റി. ഇവിടെ കൊണ്ടുവച്ച ഈ ലൈനെ ഇൻഫിനിറ്റി പോകാൻ അപ്പോൾ ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ ലൈൻസ് ഇമാജിൻ ചെയ്യാം. ഇതിനകത്ത് അല്പം റിയാലിറ്റി ഉണ്ട്. അതിനെ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്നും ലൈൻസ് ഓഫ് ഫോഴ്സ് ഇറങ്ങിപ്പോകുന്നെന്ന് പറയാം. തീർച്ചയായിട്ടും ഈ ചാർജിനടുത്തുള്ള പരിസരത്ത് ഈ ചാർജിന് ഇൻഫ്ലുവൻസ് കൂടുതലാണ്, അല്ലെ ഇൻറ്റൻസിറ്റി കൂടുതലാണ്. ദൂരോട്ട് പോകുന്നതോറും ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കുറയും എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി കുറയും. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് വ്യക്തമാണ് ഈ ചാർജ്, ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് തമ്മിലുള്ള ക്ലോസിനെസ്, അടുപ്പം ഇവിടെ കൂടുതലാണ്. ദേ ആർ തിക്ലി പോപ്പുലേറ്റഡ്. ദൂരോട്ട് പോകുന്നതോറും ലൈൻസ് അകന്നകന്ന് വരും. അപ്പം ലൈൻസിൻ്റെ എണ്ണം അല്ലെ ക്ലോസിനെസ് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഒരു മെഷറായിട്ട് നമുക്ക് അങ്ങ് അംഗീകരിക്കാം. അതിനെ ലൈൻസ് ഓഫ് ഫോഴ്സ്, അപ്പോൾ അത് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കുളമ്പാണ്. അതിനെ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ക്വയർ മീറ്റർ ഏരിയയിൽ കൂടി കടന്നു പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണം അതും ഈയും ഈക്വലാക്കിയിട്ടുണ്ട്. ഒരു സ്ക്വയർ മീറ്റർ ഏരിയ കൂടെ ഒരു ലൈൻ പോകുന്നുവെങ്കിൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി ഒരു ന്യൂട്ടൺ പെർ കുളമ്പ് എന്നങ്ങ് സ്കെയിൽ ഉണ്ടാക്കിയിരിക്കുക. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ടെസ്റ്റ് ചാർജ് ദൂരെ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് അതിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് സോഴ്സ് ഉണ്ട്, ഒരു സിങ്കും ഉണ്ട്. ഇനിയും
ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഒരു പെയർ ഇങ്ങനെ അടുത്തടുത്തുണ്ടെങ്കിൽ ലൈൻ ഓഫ് ഇവിടെ വെക്കുന്ന ഒരു പോസിറ്റീവ് ട്രസ്റ്റ് ചാർജ് നേരെ സ്ട്രൈറ്റ് ലൈനിൽ കുടിഞ്ഞോട്ട് വരും, ഇവിടെ വെക്കുന്നതാണ് ഇങ്ങനെ വരും ആൻഡ് സോ ഓൺ. അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എന്തായാലും ഇത് സോഴ്സും ഇത് സിങ്കുമാണ്. ഇനി ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് ഒരു സർഫസുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒരു സ്ഫെറിക്കൽ സർഫസ് വരച്ചിരിക്കുക. ഈ സ്ഫെറിക്കൽ സർഫസിൽ കൂടെ കടന്നാണ് ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് പോകുന്നത്. ഒരു സർഫസിൽ ആയിട്ട് ബന്ധപ്പെടുത്തി ലൈൻസ് ഓഫ് ഫോഴ്സിനെ പറയുമ്പം ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നുള്ള പേര് മാറ്റിയിട്ട് ഇലക്ട്രിക് ഫ്ലക്സ് എന്നൊരു പുതിയ പേരങ്ങ് കൊടുക്കും. അപ്പോൾ ലൈൻസ് ഓഫ് ഫോഴ്സ് വെൻ റിലേറ്റഡ് വിത്ത് എ സർഫസ്, അത് റിയൽ സർഫസ് ആകാം, ഇമാജിനറി സർഫസ് ആകാം, ഇങ്ങനെ സർഫസുമായിട്ട് ബന്ധപ്പെടുത്തി ലൈൻസ് ഓഫ് ഫോഴ്സ് പറയുമ്പോൾ അതിനെ ഫ്ലക്സ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയും. ഇൻറ്റൻസിറ്റിയുടെ ബേസിക് ഡെഫിനേഷൻ E ഈക്വൽസ് ബൈ ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ് ഓർ F ഈക്വൽസ് E ഇൻറ്റു ഡെൽറ്റ Q, ഇൻറ്റൻസിറ്റി ഇൻറ്റു ടെസ്റ്റ് ചാർജ്. ഇതിൽ ഈ സോഴ്സോ അല്ലെ ഒരു ചാർജ് ചുറ്റും ഒരു ക്ലോസ്ഡ് സർഫസ് വരച്ചാൽ ആ ക്ലോസ്ഡ് സർഫസുമായിട്ട് ബന്ധപ്പെട്ട ടോട്ടൽ ഫ്ലക്സ്, ഈ ടോട്ടൽ ഫ്ലക്സ് പറയുമ്പോൾ എപ്പോഴും ഒരു പോയിന്റിലെ സർഫസ്, ഒരു പോയിന്റ് ചുറ്റുമുള്ള സർഫസുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സ് പറയുമ്പോൾ ഈ സർഫസിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഈ കമ്പോണൻ്റാണ് എടുത്ത് പറയുന്നത്. ഒരു സ്പെസിഫിക് ഡയറക്ഷൻ പറഞ്ഞാലേ സംഗതി അങ്ങോട്ട് ശരിയാവുള്ളൂ. നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് വേണമല്ലോ. അപ്പോൾ സർഫസിന് പെർപെൻഡിക്കുലറായിട്ടോ കടന്നു പോകുന്ന ലൈൻസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻ്റ്. അതുകൊണ്ട് ഈ DS കോസ് തീറ്റ അല്ല E.ds എന്ന് പറയാം. അപ്പോൾ ഈ സർഫസുമായി ഇത് DS എന്ന് പറഞ്ഞ ചെറിയ സർഫസ് എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലക്സാണ് E.ds. എങ്കിൽ S എന്ന് പറയുന്ന ഒരു ക്ലോസ് സർഫസുമായിട്ട് ബന്ധപ്പെട്ട ടോട്ടൽ ഫ്ലക്സ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് E.ds. ഇതിനുള്ളിലൊരു ചാർജ് ഉണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q. ഇതാണല്ലോ ഗോസ് ഫ്ലക്സ് തിയറം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇതുപോലൊരു സർഫസ് ചാർജിന് വെളിയിലൊരു ക്ലോസ് സർഫസ് സങ്കല്പിച്ചാൽ ഇതേ ലോ തന്നെ ഇങ്ങനെ ആകും, ഇൻ്റഗ്രൽ E.ds ഈക്വൽസ് 0. അപ്പോൾ ഇത് സോഴ്സുമായിട്ട് ഫ്ലക്സിനെ ബന്ധിപ്പിക്കുന്നു. ഔട്ട്സൈഡ് ദി സോഴ്സ് ഇതേ ഫ്ലക്സ് തിയറം ഇങ്ങനെ ആവും. അപ്പോൾ നമുക്ക് ഈ ഫ്ലക്സ് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു സങ്കല്പമാണ്, എങ്കിലും ഇവിടെ അല്പം അതിന് റിയാലിറ്റി വേണം നമുക്ക് കൊടുക്കാം. ടെസ്റ്റ് ചാർജ് ചലിക്കുന്ന പാത എന്നൊക്കെ പറയാം. ഇനി ആംപിയർ കണ്ടുപിടിച്ചൊരു എക്സ്പെരിമെൻ്റൽ ഫാക്റ്റുണ്ട്. 2 ഇലക്ട്രിക്കൽ വയേഴ്സ് പാരലായിട്ട് വെച്ചിരിക്കുന്നത്, അതിൽ ഒന്നിൽ കൂടെ I1 കറണ്ടും രണ്ടാമത് I2 കറണ്ടും കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇത് തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതിൽ ഒരെണ്ണത്തിൽ ആ കറണ്ട് റിവേഴ്സ് ചെയ്താൽ റിപ്പൾഷൻ ആകുന്നതായിട്ടും കാണാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും ഈ ഫോഴ്സ് ഇലക്ട്രിക്കൽ ഒറിജിൻ അല്ല. കാരണം കറണ്ട് ഒഴുകുന്ന ഒരു കമ്പിയിലെ നെറ്റ് ചാർജ് 0യാണ്. എത്ര ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ അത്രയും പോസിറ്റീവ് ചാർജ് കോറായിട്ട് ആ മെറ്റലിലുണ്ട്. അപ്പോൾ നെറ്റ് ചാർജ് 0യാണ്. അപ്പോൾ ഈ 2 വയേഴ്സും തമ്മിലുള്ള ഫോഴ്സ് തീർച്ചയായിട്ടും ഇലക്ട്രിക്കൽ ഒറിജിൻ അല്ല. മറ്റെന്തോ ഒരു ഇടനിലക്കാരൻ അവിടെ വന്നിട്ടുണ്ട്. ആ ഇടനിലക്കാരനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന ഓമന പേരിട്ട് നമ്മൾ വിളിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് അത് വ്യത്യസ്തമാണ്. ഇനി നമുക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളോടെ ഒന്ന് മനസ്സിലാക്കണം. നമ്മളെ ഈ ഫൈനൈറ്റ് സൈസുള്ള 2 കമ്പിയുടെ കാര്യം പറഞ്ഞ ഇലക്ട്രിക്കൽ വയേഴ്സ്, അത് നമ്മൾ ലളിതമാക്കാൻ വേണ്ടി ഒരു ചെറിയ എലമെൻ്റ് എടുക്കുന്നു. DL1 ലെങ്ത് ഉള്ള ഒരു എലമെൻ്റ്, ചെറിയൊരു പീസ് ഓഫ് വയർ, ഒരു സർക്യൂട്ടിൻ്റെ ഒരു ചെറിയ ഭാഗം. ഇത് പ്യുവർലി മാത്തമാറ്റിക്കലാണ്. DL2 ലെങ്ത് ഉള്ള മറ്റൊരു എലമെൻറ്റ്, ഇത് തമ്മിലുള്ള ഈ സെൻറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R, ഈ ആംഗിൾ തീറ്റ. ഇതിലെ കറണ്ട് I1, ഇതിലെ കറണ്ട് I2. എങ്കിൽ ഇത് തമ്മിലുള്ള ഫോഴ്സ് DF ഈക്വൽസ് μ0/4π ഇൻറ്റു I1 DL1 ഇൻറ്റു I2 DL2 സൈൻ തീറ്റ ബൈ R². ഓർ
വൻ തീറ്റ ഈക്വൽസ് 90 ഡിഗ്രി എലവൻ്റെ സ്വല്പം താഴോട്ട് നീക്കി കഴിയുമ്പോൾ തീറ്റ 90 ആകും. അങ്ങനെയാണെങ്കിൽ ഡി എഫ് ഈക്വൽസ് μ0/4π ഇൻറ്റു IdL1/r² ഇൻറ്റു I2 dL2. ഇത് ഒരു ഇൻവേഴ്സ് സ്ക്വയറിൽ ഇലക്ട്രിസിറ്റിയിലെ 1/4π എഫ് ഈക്വൽസ് 1/4π ε0 ഇൻറ്റു Q1 Q2/r² എന്നുള്ള ഫോമിൽ തന്നെയുള്ള ഒരു ഇൻവേഴ്സ് സ്ക്വയറിലോ ഇവിടെ ഫോം ചെയ്തിരിക്കുക. ഇത് എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിൽ നിന്നും ഡെഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ നമുക്ക് മാഗ്നറ്റിക് ചാർജസ് എന്ന് വിളിക്കാം. I1 dL1, I2 dL2. ഇതിനെ മാഗ്നറ്റിക് ചാർജസ് എന്ന് വിളിക്കാം. ഇതിൽ ഈ ഡി എഫ് ഈക്വൽസ് ഇതിന് ഇതിൽ ജനറലായിട്ട് എടുക്കുമ്പോൾ μ0/4π ഇൻറ്റു I1 dL1 sin θ/r². അതിനെ ഡി ബി എന്നെടുത്തു കഴിഞ്ഞാൽ ഈ ഫോർമുല ഡി ബി ഇൻറ്റു I2 dL2. ഇതേത് ഫോർമുല? ദിസ് ഈസ് സിമിലർ ടു എഫ് ഈക്വൽസ് ഇ ഇൻറ്റു ΔQ. ഇവിടെ ഈയുടെ സ്ഥാനത്ത് ഈ ഡി ബി ആ വരുന്നത്. ഇത് ചെറിയ എലമെൻ്റ് ആയതുകൊണ്ട് ഈ ഡി ബി എന്ന് പറയുന്നത്. ഈ ഡി ബിക്ക് പറയുന്ന പേരാ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഡ്യൂ ടു ദിസ് കറണ്ട് എലമെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതിനെ മാഗ്നറ്റിക് ചാർജ് എന്നും വിളിക്കാം. ΔQവിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഡി ബി ഇത് മാഗ്നറ്റിക് ചാർജ്, ഇത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. നോക്കിയാൽ എൻ്റെ സിമിലാരിറ്റി നോക്കിയാൽ. പക്ഷേ ഇവിടെ വ്യത്യാസമുള്ളത് ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഇവിടെ ചാർജ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പറയുമ്പോൾ മൂവ് ചെയ്യുന്ന ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യുന്ന പാത്തെന്ന് പറയാം. പക്ഷേ ഇവിടെ അങ്ങനെ പറയാൻ നമുക്കൊരു മാഗ്നറ്റിക് ചാർജ് ഒറ്റയ്ക്കായിട്ട് കിട്ടില്ല. നമ്മുടെ ഒരു സങ്കല്പമാണ്. എങ്കിലും അല്പം പ്രാക്ടിക്കൽ സൈഡ് തന്നെയുണ്ട്. ചെറിയൊരു കോമ്പസ് നീഡിലെടുത്ത് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കുലർ പാത്തിന് ഈ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സിന് ടാൻജൻഷ്യലായിട്ട് ആ മാഗ്നറ്റിക് നീഡിൽ നിൽക്കും എന്ന് വേണേൽ പറയാം. അപ്പോൾ പൊതുവേ ഇതിന് സോഴ്സുമില്ല, സിങ്കുമില്ല. മാഗ്നറ്റിക് ഫീൽഡിന് കറണ്ട് ഒഴുകുന്ന കമ്പിയുടെ പരിസരത്ത് ഫീൽഡ് ഉണ്ടാകും. പക്ഷേ ഫീൽഡ് ഇന്നിടത്ത് നിന്ന് ജനറേറ്റ് ചെയ്യുന്നു, ഇന്നിടത്ത് അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് അതിൻ്റെ ഗോസ് ലോ ഇൻ്റഗ്രൽ B.ds = 0 ഓൾവേസ്. മറ്റേ ചാർജിന് ചുറ്റുമുള്ള സർഫസാണ് 1/ε0 ഇൻറ്റു Q എന്ന് വരും, വെളിയിലാണ് 0 എന്ന് വരും. ഇതെല്ലാം എപ്പോഴും 0യാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിൽ. മറ്റൊരു പോയിൻ്റ്, ഒരു സർക്കുലാർ കോയിൽ കൂടെ കറണ്ട് കടത്തി വിട്ടാൽ ഇതിന് ചുറ്റും നമുക്ക് ഈ വയറിന് അടുത്തുള്ള ഭാഗത്ത് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനെ സർക്കുലറാകും. എനിക്ക് സർക്കിൾ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് പോയിൻറ്റും ഇല്ല, എൻ പോയിൻറ്റും ഇല്ല. പക്ഷേ ആക്സിസിലെടുത്തു കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് മറ്റൊരു ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. അതും സർക്കുലാർ, നോ സോഴ്സ്, നോ സിങ്ക്, നോ സ്റ്റാർട്ടിങ് പോയിൻറ്റ്, നോ ടെർമിനേറ്റിംഗ് പോയിൻറ്റ്സ്. അതിന് തുല്യമാണ്. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. മൈനസ് ഇൻഫിനിറ്റി, അവിടെ എൻ പോയിൻറ്റ് ഇല്ല. എങ്കിൽ നമുക്ക് ചോദിക്കാം, ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ മാഗ്നറ്റ് ലൈൻസ് ഓഫ് ഫോഴ്സ് വന്ന് മുട്ടുന്നു, പിന്നെ എങ്ങനെ കോസ്റ്റ് ആകുമെന്ന് ചോദിക്കാം. സത്യത്തിൽ ഈ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് അറ്റോമിക് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് എല്ലാം ഓരോ സർക്കുലാർ കറണ്ടിന് തുല്യമാണ്. അപ്പോൾ ഇതുപോലെ ഈ ആക്സിസിൽ കൂടെ ഉള്ള ലൈൻ ഓഫ് ഫോഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന പോലെ ഇവിടെയും കണ്ടിന്യൂസ് ആയിട്ട് പോകും. ഇനി ഒരു ഫീൽഡിൽ, മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിലെടുത്ത് വയ്ക്കുക. ഈ കോയിലിൻ്റെ നോർമൽ ഇങ്ങോട്ട് എങ്കിൽ ഈ ബിയുടെ കമ്പോണൻ്റ് ഈ നോർമലിൽ കൂടെ ബി കോസ് തീറ്റയാണ്. അതിനെ NAB കൊണ്ടും കൊണ്ട് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഫേസ് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് φ NAB cos θ. ഇതിന് പറയുന്ന വരെ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ദി കോയിൽ എന്ന് പറയും. ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ദി കോയിൽ. ഇവിടെ നോർമലി കൂടെ ഇലക്ട്രിക് ഫ്ലക്സ് എടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഏരിയ, ഫേസ് ഏരിയ ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് B ഇൻറ്റു കൊസൈൻ of the angle between the direction of the magnetic field and normal to the face of the coil. ഇതിൻ്റെ യൂണിറ്റ് വെബറാണ്. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നതും ഇലക്ട്രിക് ഫ്ലക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞു. ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ, ഒരു സർഫസുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ലൈൻ ഓഫ് ഫോഴ്സിനെ കയറി ഫ്ലക്സ് എന്ന് വിളിക്കുക.
ഇത്രയും പോയിൻറ്റ്സ് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഇതിനകത്തൊന്നും ഒരു ആനക്കാര്യമില്ല, വെറും സിമ്പിളാണ് കാര്യം. ഇതെല്ലാം ഫിസിക്സുകാരെ സൗകര്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില സംജ്ഞകളാണ്. അതെന്താണ് എന്നൊന്ന് മനസ്സിലാക്കിയ പിന്നെ ഫിസിക്സ് ഒന്നും ഇല്ല. താങ്ക് യു.